ഹലോ ഹായ്. അപ്പോൾ വീണ്ടും വന്നിട്ടുണ്ടേ. ദുഃഖങ്ങളും പരാതികളും ഒന്നും പറയാനല്ല, പേടിക്കണ്ട കേട്ടോ. ഞാൻ ഇങ്ങനെ സുന്ദരിയായിട്ട് വന്നാൽ അയ്യോ കറണ്ട് പോയി എന്നാലും ഞാൻ വീഡിയോ ഇടുവാണ്. പിന്നെ ഞങ്ങൾ ഇന്നലെ സർജനം പോയ ഷോയൊക്കെ ഞാൻ ഇട്ടിരുന്നു. വീഡിയോ ഒക്കെ കുറച്ച് എടുത്തു, അതൊന്നും ഇടാൻ പറ്റിയില്ല. കാരണം ഇന്നലെ ചെന്നപ്പം പെട്ടെന്ന് ഷോക്കായിപ്പോയി. എന്താണെന്നറിയാമോ, ഡോക്ടർ ഇന്നലെ ചെന്നപ്പോൾ പറയുകയാണെങ്കിൽ കഴുത്തിന് ദശ ഇങ്ങനെ വളർന്ന് ഇവിടെ വന്ന് ചുറ്റിയിരിക്കുവാണ്. അതുകൊണ്ട് ഇന്നലെ തന്നെ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. അതും 1,00,000 രൂപ വേണം. ഒന്നുമില്ലാത്ത ഞങ്ങൾ ചെന്നിട്ട് പറയുക ഇന്നെങ്കിൽ ഇന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഞങ്ങൾ പിന്നെ ഡോക്ടറെ കയ്യും കാലും പിടിച്ച് ഡോക്ടർ തിങ്കളാഴ്ചത്തേക്ക് എഴുതിയേക്കുവാണ്. 2 ദിവസം ഞങ്ങളെ മുന്നിലുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ച് വീട് വിറ്റിട്ട് ഇങ്ങനെ അങ്ങ് നമ്മൾ അസുഖം ചികിത്സിച്ച് മുന്നോട്ട് പോകാമെന്ന്, കടമൊക്കെ തീർത്തട്ടെ. എന്തായാലും നമുക്ക് അങ്ങനെ അങ്ങ് ജീവിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇപ്പം ഇത് പെട്ടെന്ന് ചെയ്തേ പറ്റൂ. ഒരു ദിവസം മുന്നേ എങ്കിൽ ഒരു ദിവസം മുന്നേ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ലോൺ വെക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇന്നലെ ചെന്നപ്പോൾ അടിയേറ്റ പോലെ ഇപ്പോൾ അഡ്മിറ്റ് തന്നെ എഴുതിയത്. അപ്പം 1,00,000 ചോദിച്ചപ്പോൾ 1,00,000 രൂപയാകുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പലരെയും വിളിച്ച് പലിശയ്ക്ക് ചോദിച്ചു. കാരണം നമ്മൾ ലോൺ വെക്കുമ്പം കൊടുക്കാമല്ലോ. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ എന്ത് വന്നാലും ഞാനിപ്പോൾ ഹാപ്പിയാണ് കേട്ടോ. കാരണം നമുക്കൊരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അനുഭവങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് ഹാപ്പിയാകും. പിന്നെ നമുക്കെല്ലാം ഒരേ മനസ്സോടെ കാണാൻ പറ്റും. അങ്ങനത്തെ ഞാനാണ് ഇപ്പം. പലതും പല സമയത്ത് ചില സങ്കടങ്ങൾ വരുമ്പോഴേ നമ്മളെ ഗ്ലൂമിയായി പോവും. അപ്പോൾ എൻ്റെ അടുത്ത് ദേവകമ്മ പറഞ്ഞിട്ടുണ്ട്, എന്ത് സങ്കടം വന്നാലും സന്തോഷമായിട്ട് പറയണമെന്ന്. അപ്പോൾ സന്തോഷമാണ്. ഇന്ന് ഞാൻ ചോറൊക്കെ കഴിച്ചു കേട്ടോ. ഇന്ന് ഞാൻ എന്താ ഇത് 2-3 ആഴ്ച കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫുഡ് കഴിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ മകൻ ഇന്ന് എനിക്ക് മന്തി വാങ്ങിച്ചു തന്നു. അങ്ങനെ അത് കുറച്ച് കഴിച്ചു. ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല, കാരണം ഇവിടെ സ്റ്റക്കായി പ്രശ്നം ഉണ്ടല്ലോ തൊണ്ടയ്ക്ക്. പിന്നെ അതുപോലെ ബ്ലഡ് ഇപ്പം കുഴപ്പമില്ല കേട്ടോ. ഇന്ന് ഇച്ചിരി വേദന കുറവുണ്ട്. ഇന്നലെ ഡോക്ടർ ഒരു മെഡിസിൻ തന്നായിരുന്നു. അപ്പം നമ്മുടെ ജന്നി ഒന്ന് മാറി നിൽക്കുന്നു. ആ സമയം കൊണ്ട് ഇപ്പം ന്യൂറോ ഡോക്ടർ നോക്കുമ്പം ഫിറ്റ് ആയി എന്ന് വെച്ചാൽ ECG എടുത്തപ്പം തലയുടെ ഞരമ്പിന് വലിയ കുഴപ്പമില്ല. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. അതുകൊണ്ടാണ് എനിക്ക് തിങ്കളാഴ്ച അഡ്മിറ്റ്, ചൊവ്വാഴ്ച സർജറി. അപ്പം പൈസ ഒന്നും ആയിട്ടില്ല, പക്ഷേ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും നോക്കട്ടെ എന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു സമാധാനമുണ്ട്. അപ്പം നമുക്ക് ലോൺ വെച്ചാൽ കൊടുക്കാമല്ലോ. അങ്ങനെ ഒരു ഹാപ്പി. നമുക്ക് ആരോഗ്യം ആയുസ്സും ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ജോലി ചെയ്ത് സമ്പാദിക്കാം അല്ലേ. ജോലി ചെയ്ത് നമുക്ക് കടങ്ങൾ വീട്ടാം. പക്ഷേ ഇത് രണ്ടും ഇല്ലാതായപ്പോൾ എൻ്റെ തെറ്റുകൊണ്ടല്ല. എന്താ വരുന്നതെന്നും എനിക്ക് അറിഞ്ഞുകൂടെ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത യൂട്രസിലോട്ട് പോകാൻ. അതിപ്പം ഗൈനക്കിനെ കാണിച്ചപ്പോൾ തൽക്കാലം ഗുളിക തന്ന് എനിക്ക് ബ്ലീഡിങ് ഒക്കെ കുഴപ്പമില്ല, അത് ഒരുവിധം റെഡിയായിട്ട് പോകുന്നു. അതങ്ങനെയാണ്. ദൈവം എല്ലാം കൂടെ തരുമ്പം ഒന്നിച്ചിരി കുറച്ച് തരും. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ജന്നി ഇപ്പം മാറിയിരിക്കുന്നു. അപ്പോൾ ഫിറ്റ്നസ് തന്നതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച അഡ്മിറ്റ് ആവും. ഇനി നമുക്ക് തിങ്കളാഴ്ച കാണാം ബാക്കിയുള്ളത് എന്താണെന്ന്, അഡ്മിറ്റ് ആവോ ഇല്ലേ എന്നുള്ളത്. കാരണം പൈസ കിടക്കുന്നേ ഉള്ളൂ, അവർ നമ്മളെ കയ്യിൽ തരണ്ടേ. എന്നാലേ നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. നോക്കാം അല്ലേ.